നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 232 232. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 9 ശ്ലോകം 33. യഥാരഹിതമാത്മാനം ഭൂതേന്ദ്രിയഗുണാശയേ സ്വരൂപേണ മയോപേദം പശ്യൻ സ്വരാജ്യമൃച്ഛതി. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇല്ലേ, ഇവയാൽ സംബന്ധപ്പെടാതിരിക്കുന്നതും, ദർ ഇസ് നോ റിലേഷൻ ആർക്ക്? ആത്മാവിന്. എന്നാൽ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. സ്വരൂപമായിരിക്കുന്ന എന്നോട് യോജിച്ചുമിരിക്കുന്ന ആത്മാവിനെ എപ്പോൾ കാണുന്നവനാകുന്നുവോ അപ്പോൾ സ്വയമേവ പ്രകാശിച്ചിരിക്കുന്നതിനെ പ്രാപിക്കുന്നു. സ്വയം പ്രകാശിച്ചുകൊണ്ട് ആത്മാവിനെ പ്രാപിക്കണമെന്നർത്ഥം. ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദഭാവനയാണ് ദോഷകാരണം. സത്യത്തിൽ രണ്ടും ഒന്നാണ്. ജീവാത്മാവ് തന്നെയാണ് ആത്മാവ്, പരമാത്മാവ്. അപ്പോൾ ജീവാത്മാവ് പരമാത്മാവ് എന്ന ഭേദകാരണയാണ് ദോഷകാരണം. അഭേദജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ല എന്നുള്ള അറിവ് ഉണ്ടാകുന്നത് തന്നെ മോക്ഷം എന്ന് ഉപദേശിക്കുന്നു. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഞാൻ ചെയ്യണതൊക്കെ ശരിയാണ്, ഞാൻ ആത്മസ്മരണയിലാണ് ചെയ്യണത്, ആത്മാവിനെ തോൽപ്പിക്കലല്ല എൻ്റെ ജോലി, ആത്മാവിനെ ബഹുമാനിച്ചിട്ടാണ് എന്ന് ഒരു ധാരണ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ വാസ്തവത്തിൽ പൃഥിവ്യാദികളായ ഭൂതങ്ങൾ, ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ, സത്വാദികളായ ഗുണങ്ങൾ, തൽക്കാര്യങ്ങളായ അന്ധക്കരണങ്ങൾ, ഇവയോട് ചൈതന്യത്തിന് സംബന്ധമില്ല. അധ്യാസം നിമിത്തം, അറിവില്ലായ്മ കാരണം ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നതേയുള്ളൂ. നാശരഹിതനും സ്വയമേവ പ്രകാശിക്കുന്നവനുമായ ബ്രഹ്മം ഏകൻ മാത്രമേ ഉള്ളൂ. അതുതന്നെ പരമാത്മാവ്. ആ പരമാത്മാവ് തന്നെ ഞാൻ എന്നുള്ള ബോധം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ജീവൻ സർവബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട് സ്വയമേവ വിളങ്ങുന്നു എന്നാണ് പറഞ്ഞത്. 34. നാനാകർമ്മവിധാനേന പ്രജാബഹ്യീ ശുശ്രൂഷത ന ആത്മാവസീദത്യസ്മിംസ്തേ വർഷിയാൻ മദനുഗ്രഹ. നാനാവിധ കർമ്മങ്ങളുടെ വിസ്താരത്താൽ ബഹുപ്രജകളെ സൃഷ്ടിക്കുവാൻ ഇച്ഛിക്കുന്ന അങ്ങയുടെ ചിത്തം ഈ സമയത്തിലും തളർച്ച ഉണ്ടാവാൻ പാടില്ല. മഹത്തായ എൻ്റെ ഭഗവാന്റെ അനുഗ്രഹമാണ് അതിന് കാരണം. ഇപ്പം ഞാൻ 1.5 മണിക്കൂർ ഭാഗവതം മൂലം ഒരാൾക്ക് വേണ്ടി വീട്ടിൽ ക്ലാസ് എടുത്തു. എന്നിട്ടാണ് ഇപ്പോൾ തുളസീദളത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുന്നത്. എല്ലാവരും കൂടി അവരും ഇന്നത്തെ ക്ലാസ്സും നിങ്ങളും കൂടിയിട്ട് ഒരു എന്താണെന്ന് പറയുക, അതെ, ഒരു 3 മാസത്തെ വ്യത്യാസമുണ്ട് മനുഷ്യയിലെ. പക്ഷേ അവർ ഒപ്പല്ല, നമ്മളെ ക്രോസ് ചെയ്ത് പോകും. കാരണം ഇവിടെ ഇപ്പോൾ 1/2 മണിക്കൂറേ നമ്മൾ പറയുന്നുള്ളൂ. അവിടെ 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 3 ക്ലാസ്. ഞായറാഴ്ച ദിവസം സൺഡേ പിന്നെ മോർണിംഗ് 10 to 12 എന്ന് പറയുമ്പോൾ 4 എപ്പിസോഡ് അവിടെ പറയും. മനസ്സിലായില്ലേ? അതൊക്കെ ഓരോ സമയം അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായാലും
ശ്രീകൃഷ്ണ കഥാമൃതം വേഗം കഴിഞ്ഞാൽ എന്താണെന്നാ പറയുക, ഇത് 2 എപ്പിസോഡ് പറഞ്ഞിട്ട് കഴിക്കണം എന്നുണ്ട്. കാരണം വലിയൊരു സബ്ജക്റ്റ് അല്ലേ. കാലം അല്ലെങ്കിൽ ഒരു ആൾട്രേഷൻ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മഹാഭാരതം 6 വോളിയുണ്ട്. അതിൽ 6ാമത്തെ വോളിയാണ് എന്താണ് ഹരിവംശം. ഹരിവംശം ഒരു 1000 ചില്ല ശ്ലോകമുണ്ട്. അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. എന്തായാലും 34 അപ്പോൾ പറഞ്ഞു മതാനുഗ്രഹം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. ജീവസംബന്ധികളായ പുണ്യപാപകർമ്മങ്ങൾ അനുസരിച്ച് ദേവമനുഷ്യാദികളായ ബഹുവിധ പ്രജകളെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ചിത്തം ഇപ്പോൾ ഈ പ്രളയത്തിൽ ഏതുവിധം തളർച്ച കൂടാതെ ഇരിക്കുന്നുവോ അതേവിധം തന്നെ ഇനി മേലും മോഹിക്കാതെ ഇരിക്കും എന്നത് യാതൊന്നു. അതൊക്കെയും എൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണെന്ന് ഓർത്തുകൊള്ളുക. 38ാമത്തെ ശ്ലോകം, അല്ല 35ാമത്തെ ശ്ലോകം. 35 ഋഷീം ആദ്യം ന ബധ്നാതി പാപിയാം സ്വാം രജോ ഗുണ യന്മനോമയി നിർബന്ധം പ്രജാ സംസൃജതേ അപിതേ. പ്രജകളെ സൃഷ്ടിക്കുന്നുവെങ്കിലും എൻ്റെ മനസ്സ് എന്നിൽ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് യാതൊന്നോ അത് നിമിത്തം ഏറ്റവും പാപത്തിന് കാരണമായ രജോഗുണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആദ്യനായ ഋഷിയായ അങ്ങയെ ബന്ധിക്കുന്നില്ല. ഒരാളെ തളർത്തണത് എന്താ? രജോഗുണം. അപ്പോൾ സർവജ്ഞാനത്തിനും സാധനഭൂതമായ വേദം, അറിവ് സാധനഭൂതമായ വേദം അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാകയാൽ ആദിയിലുണ്ടായ ഋഷിയായ അങ്ങയുടെ മനസ്സിന് രജോഗുണം നിമിത്തം ചലനമോ പുണ്യപാപ സംബന്ധമോ സംഭവിക്കുകയില്ല. അതുകൊണ്ട് പ്രജകളെ സൃഷ്ടിക്കുന്ന സമയത്തും ആ മനസ്സിന് എന്നിൽ ദൃഢമായ ഭാവന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം. ഇനി ശ്ലോകം 36. ജ്ഞാതോ അഹം ഭവതാ അദ്യ ദുർവിജ്ഞേയോ അഭിദേഹിനാം യന്മാം ത്വം മന്യസേ അയുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭി. അതായത് ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, അന്ധകരണങ്ങൾ ഇവയാൽ സംബന്ധപ്പെടാത്തവനെന്ന് എന്നെ നീ വിചാരിക്കുന്നുവെന്നത് യാതൊന്നോ. അതുകൊണ്ട് ഇപ്പോൾ ദേഹികൾക്ക് അറിയപ്പെടുവാൻ കഴിയാത്തവനാണെങ്കിലും, ശരീരങ്ങളെ സ്വീകരിച്ചവർക്ക് അറിയപ്പെടാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഭവാനാൽ അറിയപ്പെട്ടവനായിരിക്കുന്നു. മനസ്സിലായോ? അതായത് ദേവന്മാർക്ക് അറിയണുള്ളൂ, മനുഷ്യന്മാർക്ക് അറിയില്ല. അതാണ് അവിടെ പിന്നെ എന്താണെന്ന് പറയുക, ദേഹികൾ എന്ന് പറയാൻ കാരണം. ഇനി അതിൻ്റെ വാക്കാർത്ഥം, പൃഥ്വ്യാദി ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, സത്വാദി ഗുണങ്ങൾ, അന്ധകരണങ്ങൾ ഇവയിൽ സംബന്ധപ്പെടാതിരിക്കുന്ന പരമാനന്ദ സ്വരൂപനായിട്ട് എന്നെ അങ്ങറിയുന്നു. ഈ വിധം ജ്ഞാനം ദേഹികൾക്ക് ഉണ്ടാകുന്നത് വളരെ ദുർലഭമാകും. അപ്പോൾ ഈ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചവർക്ക് മനസ്സിലാവില്ല എന്നർത്ഥം. അത്രയേ പറഞ്ഞുള്ളൂ. 37 തുഭ്യം മത് വിജികിത്സയാമാത്മാ മേ ദർശിതോ അബഹി നാളേന സലിലേ മൂലം പുഷ്കരസ്യ വിജന്വതാം. എന്നെ സംബന്ധിച്ച സംശയമുണ്ടായപ്പോൾ ജലത്തിൽ താമരയുടെ തണ്ടിൽ കൂടെ മൂലത്തെ അന്വേഷിക്കുന്ന നിനക്ക് എൻ്റെ സ്വരൂപം കാണപ്പെട്ടു എന്ന് ബ്രഹ്മാവിനോട് പറയണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? അങ്ങയുടെ ഉൽപ്പത്തിക്ക് കാരണമായ താമരസത്തിന് ആശ്രയം ഉണ്ടോ ഇല്ലയോ? താമരസത്തിന്, അതായത് ഈ താമരയുടെ ഉത്ഭവം എവിടുന്ന ഇല്ലയോ എന്നുള്ള സംശയമുണ്ടായപ്പോൾ ജലത്തിൽ കിടക്കുന്ന താമര നാളത്തിൽ കൂടെ
മൂലത്തെ തിരഞ്ഞ് ബഹുകാലം ക്ലേശിച്ച സമയം അങ്ങയുടെ അന്തർഭാഗത്തിൽ തന്നെ എൻ്റെ രൂപത്തെ അങ്ങയ്ക്ക് കാട്ടിത്തന്നത് ഞാൻ തന്നെയാകുന്നു. ഭഗവാൻ തന്നെയാണ് ഭഗവാനെ കാണിച്ചു കൊടുത്തത് എന്നർത്ഥം. അത്രയല്ലേ പറ്റുള്ളൂ. 38 യച്ചകർത്താംഗ മത്സ്തോത്രം മത്കഥാഭ്യുദയാങ്കിതം യദ്വാ തപസി തേ നിഷ്ഠാസയേഷമതനുഗ്രഹാം. ആത്മസംഭവ എൻ്റെ കഥാഭ്യുദയത്താൽ അടയാളപ്പെട്ടതായ എന്നെക്കുറിച്ചുള്ള സ്തുതി ചെയ്തുവെന്നത് യാതൊന്നോ, തപസ്സിൽ അങ്ങയ്ക്കുണ്ടായ ശ്രദ്ധ യാതൊന്നോ, ആ ഇത് എൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, തപശക്തിയാൽ സിദ്ധിച്ചതാണ് ഈ ജ്ഞാനം എന്ന് കരുതണ്ട. ഹേ പൂജ്യ, എൻ്റെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്ന കഥകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്നെക്കുറിച്ച് സ്വസ്ത്രം ചെയ്തും തപസ്സിൽ അചഞ്ചലമായ ശ്രദ്ധയുണ്ടായതും എൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ധരിച്ചു കൊള്ളുക. അപ്പോൾ ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുക്കാത്ത കാലം വരെ നമ്മൾക്കൊന്നും മനസ്സിലാവില്ല. ഭഗവാന്റെ വിഭൂതികളെപ്പറ്റി ബോധ്യമാവണം എന്ന് നമ്മൾ വിചാരിച്ച് തലകുത്തി നിന്നതുകൊണ്ടായില്ല. ഭഗവാനാൽ തിരഞ്ഞെടുക്കണം. ഇത് എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ ഭഗവാൻ നിയോഗിക്കണു, അത്രയേ ഉള്ളൂ. 39 പ്രീതോ അഹം അസ്തു ഭദ്രം ദേ ലോകാനാം വിജയേശ്ചയാ യദസ്തൗഷീർ ഗുണമയം നിർഗുണം മാ അനുവർണയൻ. ഞാൻ സന്തുഷ്ടനായി അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഗുണാതീതനായ എന്നെ ലോകങ്ങളുടെ പാലന താൽപ്പര്യത്താൽ ഗുണസ്വരൂപനായിട്ട് വർണ്ണിച്ചുകൊണ്ട് സ്തുതിച്ചുവെന്നത് യാതൊന്നു. ശരി, അത്രയുള്ളൂ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, വാസ്തവത്തിൽ ഗുണാതീതനായ ഞാൻ ലോകപരിപാലനത്തിന് വേണ്ടിയിട്ട് ഗുണങ്ങളെ അംഗീകരിച്ചവനെന്ന പോലെ ഇരിക്കുന്നുവെന്ന് വർണ്ണിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് ചെയ്ത സ്തോത്രം യഥാർത്ഥമാകയാൽ എൻ്റെ തത്വം അറിഞ്ഞുവെന്നുള്ള സംഗതി നിമിത്തം ഞാൻ സന്തുഷ്ടനായി. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. അപ്പോൾ എന്നെ ഒരാൾ സ്തുതിക്കുമ്പോൾ എനിക്ക് ചോദിക്കാം, എന്നെ പറ്റിയിട്ടുള്ള അറിവ് ഭാഗികമേ ആയിട്ടുള്ളൂ. ഞാൻ ചിലവർ എന്നോട് ചിലവർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ചിലവരോട്. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് എവിടെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടെന്ന് ചോദിക്കും. അല്ല അതങ്ങനെ ഇങ്ങനെ എന്ന് മീൻസ് കണ്ടിട്ടില്ല എന്നർത്ഥം. കേട്ടിട്ടുമില്ല എന്നാൽ കേട്ടവരുണ്ട. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ചോദിച്ച് മനസ്സിലാകും. മനസ്സിലായില്ലേ? 40ാമത്തെ ശ്ലോകം. യ ഏതേന പുമാൻ നിത്യം സ്തുത്വാ സ്വസ്ത്രേണ മാം ഭജേത് തസ്യാശു സംപ്രസീദേയം സർവകാമവരേശ്വര. ഈ സ്തോത്രത്താൽ ഏതൊരു പുരുഷൻ എല്ലായ്പ്പോഴും സ്തുതിച്ചിട്ട് എന്നെ ഭജിക്കുമോ, സർവകാമവരങ്ങളെ നൽകുന്ന ഈശ്വരനായ ഞാൻ അവനെ കൊണ്ട് ശീഘ്രം വേണ്ട പോലെ പ്രസാദിക്കും. ഭഗവാൻ പ്രേരണ കൂടുതൽ കൊടുത്താൽ വേഗമാവുന്ന അർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം, ഏതൊരു പുരുഷൻ ഈ സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിച്ചു ഭജിക്കുന്നുവോ അവൻ്റെ നേർക്ക് ഞാൻ ക്ഷിപ്രം പ്രസാദിക്കും. കാരണം സ്തുതിക്കാണ്ട് പറ്റില്ല. അവൻ്റെ സകല അഭീഷ്ടങ്ങളെയും നൽകും. ആകയാൽ അങ്ങയുടെ അഭീഷ്ടത്തെ നൽകുന്നുണ്ടെന്ന് വിശിഷ്യ പറയണമെന്നില്ലല്ലോ എന്ന് സാരം. ഇനി 41. പൂർത്തേന തപസാ യജ്ഞേ ദാനയോഗ സമാധിനാം രാധം നിശ്രേയസം പുംസാം മത്പ്രീതിസ്തത്വവിന്മതം. അതായത് പൂർത്തം കൊണ്ടും തപസ്സുകൊണ്ടും
യാഗങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടും പുമാന്മാരാൽ സമ്പാദിക്കപ്പെട്ട ശ്രേയസ് എൻ്റെ പ്രസാദമെന്നത് ജ്ഞാനികളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. വിന്മതം എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെന്ന് അർത്ഥമായി. അതിൻ്റെ ഭാവാർത്ഥം, എന്നെ ഭജിക്കുന്നത് കൊണ്ട് സകല അഭീഷ്ടവും സാധിക്കും. കൃഷ്ണനെ, ശ്രീരാമനെ, ശ്രീഹരിനെ, എന്താ ശ്രീരാമനെ എന്ന് പറയാൻ കാരണം? പൂർണ്ണാവതാര. അപ്പോൾ എന്നെ ഭജിക്കുന്നത് കൊണ്ട് സകല അഭീഷ്ടവും സാധിക്കും. എങ്കിലും നിഷ്കാമഭജനം തന്നെ പരമപുരുഷാർത്ഥ സാധനം എന്ന് ഉപദേശിക്കുന്നു. അതായത് ഒന്നും കാമിക്കാതെ കണ്ട് എൻ്റെ കടമയാണ്, കടപ്പാടാണെന്ന് വിചാരിച്ച് ഈശ്വരനെ ഉപാസിക്കുക. അപ്പോൾ എല്ലാം തരും ഭഗവാൻ. അപ്പോൾ കിണർ, കുളം, മനോഹരമായ പൂന്തോട്ടം ഇത്യാദികളെ പരോപകാരാർത്ഥം, അവനവന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിർമ്മിക്കുന്നതായ പൂർത്തം എന്ന കർമ്മം കൊണ്ടും തപസ്, യാഗം, ദാനം, യോഗം, സമാധി, ധ്യാനം എന്നിവ കൊണ്ടും സിദ്ധിക്കുന്നതായ പരമഫലം എൻ്റെ പ്രസാദമാണെന്ന് പരമാർത്ഥജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നു. ആരാണ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്? അവരാണ് പരമാത്മജ്ഞാനികൾ. ഇനി 42ാമത്തെ ശ്ലോകം. അഹം ആത്മാനം ധാത പ്രേഷ്ടസൻ പ്രേയസാമപി അതോ മയിരതീം കുര്യാദേഹാതിര്യത്കൃതേ പ്രിയാം. അതായത്, ഹേ ധാതാവേ, ഞാൻ സർവജീവന്മാരുടെ ആത്മാവും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർവജീവന്മാരുടെ ആത്മാവും അതിപ്രിയമുള്ളവരുടെ മധ്യത്തിൽ വച്ച് പരമപ്രേമത്തിന് വിഷയീഭൂതനുമായിരിക്കുന്നു. അതുകൊണ്ട് എന്നിൽ രതിയെ ചെയ്യും, എന്നിൽ ഭക്തി ഉണ്ടാവും. ദേഹം മുതലായത് യാതൊന്നിനു വേണ്ടി പ്രിയ വിഷയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ദേഹം നമുക്ക് കിട്ടിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരോപാസന കൊണ്ട് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ജീവികൾക്ക് ഇതിനുള്ള ഗുണമില്ല. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, സർവജീവാത്മാക്കളുടെയും ആത്മഭൂതനായിരിക്കുന്നവൻ ഞാനായതുകൊണ്ട്, അതായത് ശ്രീകൃഷ്ണനാവുകൊണ്ട് പരമപ്രേമ വിഷയമായിരിക്കുന്നവൻ ഞാൻ തന്നെ. ഏതൊരാത്മസ്നേഹം നിമിത്തമോ ദേഹേന്ദ്രിയാദികൾ പ്രിയ വിഷയമായിരിക്കുന്നത്, ആ പരമാത്മാവായിരിക്കുന്ന എന്നിൽ പരമപ്രേമമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു. 44ാമത്തെ ശ്ലോകം കൊണ്ട് ഈ അധ്യായം കഴിയും. ശ്രദ്ധിക്കുക. 43. സർവവേദമയേനേദം ആത്മാനം ആത്മയോനിനാം പ്രജാസൃജ യഥാ പൂർവം യാ മയ്യനുചേരതേ. സർവവേദസ്വരൂപനും എന്നിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ ആത്മാവിനാൽ തന്നെ ആത്മാവായിരിക്കുന്ന അങ്ങ് യാതൊരു പ്രജകൾ എന്നിൽ ശയിക്കുന്നുവോ, ആ പ്രജകളെ മുമ്പത്തെ പോലെ സൃഷ്ടിച്ചാലും എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യങ്ങളെ ഉണർത്തി സൃഷ്ടിച്ചോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, ബ്രഹ്മാവിൻ്റെ വിഷാദം തീർത്ത് സന്തോഷിപ്പിച്ച ശേഷം സൃഷ്ടി ചെയ്യുവാൻ ആജ്ഞാപിക്കുന്നു. എന്നിൽ നിന്ന് ഉത്ഭവിച്ചവനായതിനാൽ തന്നെ എന്നാൽ നൽകപ്പെട്ട സർവജ്ഞതയെ സൂചിപ്പിക്കുന്ന വേദം തന്നെയാകുന്നു അങ്ങയുടെ സ്വരൂപം. അതുകൊണ്ട് ജ്ഞാനത്തിന് നാശം ഭവിക്കയില്ല. പൂർവകൽപ്പത്തിൽ ചെയ്ത സൃഷ്ടികർമ്മത്തിൻ്റെ വാസനയും അങ്ങയ്ക്കുള്ളത് കൊണ്ട് സൃഷ്ടിപ്പാൻ പ്രയാസമുണ്ടാകുകയില്ല. ചെയ്ത ജോലി റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നിൽ ലയിച്ചു കിടക്കുന്ന ജീവാത്മാക്കൾക്ക് സുഖദുഃഖാനുഭവങ്ങൾക്ക് മതിയായ ശരീരങ്ങളെ നൽകുന്നതായ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. ഇത് ശ്രദ്ധിക്കണം. ഓരോ ജീവൻ്റെയും സുഖദുഃഖാനുഭവങ്ങൾക്ക് മതിയായ കർമ്മത്തിൻ്റെ ബേസിലാണ് സൃഷ്ടി ഉണ്ടാവുക. മൈത്രേയ വാചാം തസ്മായേവം ജഗൽ സൃഷ്ടേ പ്രധാന പുരുഷേശ്വര വ്യജേദം സ്വേന രൂപേണ കഞ്ചന ബസ്തിരോധേ. ഇതാണ് ശ്ലോകം. അതായത് പ്രധാനമായ മായയുടെയും ജീവന്മാരുടെയും ഈശ്വരനും
പത്മനാഭനുമായ ഭഗവാൻ ലോകങ്ങളുടെ സൃഷ്ടാവായ അവനായിക്കൊണ്ട് ഇങ്ങനെ അറിയിച്ചിട്ട് സ്വസ്വരൂപത്തോടുകൂടെ മറഞ്ഞു, അതായത് അന്തർധാനം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ മൈത്രേയൻ പറയാണ് ആരോട്? വിദുരരോട്. മായയുടെയും ജീവരാശികളുടെയും നീന്താവും ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂവിനെ നാഭിയിൽ കൂടെ പുറത്തേക്ക് പ്രകാശിപ്പിച്ചവനുമായ ഭഗവാൻ ശ്രീനാരായണൻ ലോകങ്ങളെ സൃഷ്ടിപ്പാനുള്ള മാർഗത്തെ ബ്രഹ്മാവിനോട് ഉപദേശിച്ച ശേഷം ആ നാരായണ രൂപത്തെ ബ്രഹ്മദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ ഭഗവത് സ്തുതി നിരൂപണം നാമ നവമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇന്ന് ഡേറ്റ് 1/2/2025. എന്താണ് ഇന്നത്തെ? സാറ്റർഡേ. അടുത്തത് വേഗം നോക്കാം നമുക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 10-ാം അധ്യായം. വിദുരാവാച. അന്തർഹിതേ ഭഗവതി ബ്രഹ്മാലോകപിതാമഹ പ്രജാ സസർജ കദിധാ ദൈർഘീർമാനസീർവിഭു. അതായത് അതിൻ്റെ വാക്കാർത്ഥം, ഭഗവാൻ മറഞ്ഞ ശേഷം സർവസമർത്ഥനും, ആര്? ബ്രഹ്മാവ്, ലോകങ്ങളുടെ ആദിപിതാവുമായ ബ്രഹ്മദേവൻ ദേഹത്തിൽ നിന്ന് ജനിച്ചവയും മനസ്സിൽ നിന്ന് ജനിച്ചവയുമായ എത്ര വിധം പ്രജകളെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജനിച്ചിട്ടുണ്ട്. അപ്പോൾ വിദുരൻ ചോദിക്കുകയാണ് 10-ാമത്തെ അധ്യായത്തിൽ വിദുരരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് 10 വീതം സൃഷ്ടിഭേദത്തെ മൈത്രേയൻ വിവരിക്കുന്നു. ഹേ മുനെ, ജ്ഞാനസ്വരൂപനായ ശ്രീനാരായണൻ ബ്രഹ്മാവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതിൽ പിന്നെ സർവലോകങ്ങളുടെയും ആദിപിതാവായ ബ്രഹ്മദേവൻ സങ്കല്പത്താലും ദേഹത്താലും എത്ര വിധം പ്രജകളെ സൃഷ്ടിച്ചു. 2-ാമത്തെ ശ്ലോകം. യേ ച മേ ഭഗവൻ പൃഷ്ടാസ്ത്വയ്യർത്ഥാ ബഹുവിത്തമാ താൻ വദസ്വാനുപൂർവേണ ചിന്തീന സർവസംശയാൻ. സർവജ്ഞന്മാരിൽ വെച്ച് ശ്രേഷ്ഠ ഭഗവാനെ, അങ്ങയിൽ ഏതു വിഷയങ്ങൾ എന്നാൽ ചോദിക്കപ്പെട്ടുവോ അവയെ ക്രമത്തിൽ പറഞ്ഞാലും ഞങ്ങളുടെ സകല സംശയങ്ങളെ നശിപ്പിച്ചാലും. എല്ലാവിധ സംശയങ്ങളെയും ഇല്ലാണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, ഞാൻ അങ്ങയുടെ മുമ്പാകെ ഏതേതു കാര്യങ്ങളെ ചോദിച്ചിരിക്കുന്നുവോ ആ വക ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരം ക്രമത്തിൽ അരുളി ചെയ്ത് ഞങ്ങളുടെ സംശയങ്ങളെ തീർത്ത് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. സുതാവാച. ഏവം സംചോദിതസ്തേന ക്ഷത്രാ കൗശാരവോ മുനി പ്രീതപ്രത്യാഹതാൻ പ്രശ്നാൻ ഹൃദിസ്ഥാനധ ഭാർഗവ. ഇതാണ് ശ്ലോകം. അതായത് ആ വിദുരനാൽ ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ട മൈത്രേയർ സന്തുഷ്ടനായിട്ട്, ഹേ ശൗനക, ഹൃദയത്തിലുള്ള ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. സൂതൻ പറഞ്ഞു ഭാവാർത്ഥം, ഹേ ശൗനകമുനെ, വിദുരരാൽ ഇപ്രകാരം പ്രോത്സാഹിപ്പിക്കപ്പെട്ട മൈത്രേയർ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന വിദുര പ്രശ്നങ്ങൾക്ക് ക്രമത്തിൽ മറുപടി പറഞ്ഞു തുടങ്ങി എന്ന് പറയണം. മൈത്രേയ വാച. വിരിഞ്ചോ അഭിതദാ ചക്രേ. വരിഞ്ചോ എന്നല്ല, വിരിഞ്ചോ എന്നാണ്, വി വേണം. വിരിഞ്ചോ അഭിതദാ ചക്രേ ദിവ്യം വർഷശതം തപാ ആത്മന്യാത്മനമാവേശ്യ യദാഹ ഭഗവാൻ അജാ. അതാണ് സ്വസ്ത്രം. ജന്മാതിരഹിതനായ ശ്രീനാരായണൻ യാതൊന്നിനെ പറഞ്ഞുവോ ബ്രഹ്മാവും
പരമാത്മാവിൽ മനസ്സിനെ സ്ഥിരമായി വെച്ചിട്ട് 100 ദിവ്യ സംവത്സരം ഡിവൈൻ ഇയേഴ്സ് അപ്രകാരം തപസ് ചെയ്തു. നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ വ്രതം എടുക്കണമെന്ന് പറയും. അതേപോലെയാണ്. മൈത്രേയൻ പറഞ്ഞു, ജന്മാദി വികാരങ്ങളില്ലാതെ നിത്യാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീനാരായണൻ ഉപദേശിച്ചതനുസരിച്ച് ബ്രഹ്മാവ് പരമാത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് 100 ദിവ്യവത്സരക്കാലം തപസ് ചെയ്തു. ഇനി 5-6 ശ്ലോകം ഒപ്പം പോവും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. തത് വിലോക്യാബ്ജ സംഭൂതോ വായുനാ യദതിഷ്ഠിത പത്മമംഭശ്ച തത്കാല കൃതവീര്യേണ കമ്പിതം തപസാഹ്യേതമാനേന വിദ്യയാ ച ആത്മസംസ്ഥയാ വിവൃദ്ധവിജ്ഞാനബലോ നൃപാദ്വായും സഹംബസ. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ്? ബ്രഹ്മാവ് യാതൊന്നിൽ അധിവസിക്കുന്നുവോ ആ താമരയും ജലവും ആ കാലത്തിലുണ്ടായിരിക്കുന്ന ശക്തിയോടുകൂടിയ കാറ്റിനെ കൊണ്ട് ചലിപ്പിക്കപ്പെടുന്നതിനെ കണ്ടിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന തപസ്സുകൊണ്ടും ആത്മാവിലിരിക്കുന്നതായ വിദ്യ കൊണ്ടും, വിദ്യ എവിടെ ഇരിക്കുന്നത്? ആത്മാവിൽ. വിവൃദ്ധ വിജ്ഞാന ബല, വർദ്ധിച്ചിരിക്കുന്ന അറിവാകുന്ന ബലത്തോടു കൂടിയവനായിട്ട് ജലത്തോടുകൂടെ വായുവിനെ കുടിച്ചു എന്ന് പറഞ്ഞാൽ വായുവിനെ കുടിച്ചു, വെള്ളം കൂടി നടത്താം. ബ്രഹ്മാവിരിക്കുന്ന താമരയും അതിൻ്റെ സ്ഥാനമായ ജലവും കൽപ്പകാലത്തുണ്ടായിരിക്കുന്ന ശക്തിയോടുകൂടെ കൂടിയ കാറ്റിൽ ചലിക്കുന്നത് കണ്ടപ്പോൾ താമര ഇളകാൻ തുടങ്ങി. വർദ്ധിച്ചിരിക്കുന്ന തപസ്സും ഉപാസനയും കൊണ്ട് ഏറ്റവും ബലപ്പെട്ടിരിക്കുന്ന വിജ്ഞാനമാകുന്ന ശക്തിയോട് കൂടിയ ബ്രഹ്മദേവൻ ആ കാരണജലത്തെയും വായുവിനെയും തൻ്റെ അന്തർഭാഗത്തിൽ അടക്കി. അതായത് ഈ വെള്ളം ഒക്കെ അകത്തേക്കാക്കി. അടുത്ത ശ്ലോകം. തത് വിലോക്യ വ്യാപി പുഷ്കരം യദധിഷ്ഠിത അനേന ലോകാൻ പ്രാഗ്ലീനാൻ കൽപ്പിതാസ്മീത്യചിന്തയത്. യാതൊന്നിൽ അധിവസിച്ചിരിക്കുന്നുവോ, ഏതെല്ലാം ഈ ബ്രഹ്മാവ് താമസിച്ചിരുന്നത് താമരയിൽ, ആ താമര ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നതിനെ കണ്ടിട്ട് മുമ്പ് ലയിച്ച് കിടക്കുന്ന ലോകങ്ങളെ ഇതിനെ കൊണ്ട് കൽപ്പിക്കുന്നേൻ എന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം. വെള്ളമില്ലാതായപ്പോൾ, അതായത് വെള്ളത്തിനെ കാറ്റുകൊണ്ട് ഇല്ലാണ്ടേക്ക് പറഞ്ഞുവല്ലോ, താൻ അധിവസിച്ചിരുന്ന താമര മാത്രമുണ്ട്. അതാകട്ടെ ആകാശം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. താമര അത്ര വലുതായിരിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന ലോകങ്ങളെല്ലാം ഈ താമരയിൽ അടങ്ങിക്കിടപ്പുണ്ട്. കാരണം ഭഗവാന്റെ നാഭിയിലല്ല എല്ലാം കടന്നിരുന്നത്. ഇതിനെ കൊണ്ട് ലോകങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നേൻ എന്ന് അദ്ദേഹം വിചാരിച്ചു. 8ാമത്തെ ശ്ലോകം. യേ പത്മകോശം തഥാ ആവിശ്യ ഭഗവൽ കർമ്മ ചോദിത ഏകം വ്യഭാക്ഷി ദുരധാ ത്രിധാ ഭാവ്യം ദിസതഥാ. അതായത് ഭഗവാന്റെ കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ് അപ്പോൾ താമരമൊട്ടിനെ ആവേശിച്ചിട്ട് 14ആയിട്ടും ബഹുവായിട്ടും ഭവിക്കുവാൻ യോഗ്യമായ ഒന്നിനെ 3ആയിട്ട് വിഭജിച്ചു. ഭാവാർത്ഥം. ശ്രീനാരായണൻ ചെയ്യേണ്ടതായ ലോകസൃഷ്ടിയിൽ ആ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മദേവൻ താൻ ഇരിക്കുന്ന ആ പത്മകോശത്തെ 3 ലോകമായിട്ട് വിഭജിച്ചു. ആ പത്മം എത്രയോ വലുതായതുകൊണ്ട് അതിനെ 3ആയിട്ട് മാത്രമല്ല 14ആയിട്ടോ അനേകമായിട്ടോ വിഭജിക്കുന്നതിനും വിരോധമില്ല. അത്രത്തോളം വലിപ്പം അതിനുണ്ടായിരുന്നു.
എന്ന് പറഞ്ഞു. 9 ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദസമാഹൃത ധർമ്മസ്യ ഹ്യനിമിത്തസ്യ വിഭാഗ പരമേഷ്ട്യസൗ. ജീവലോകത്തിൻ്റെ രചനാവിശേഷം ഇത്രമാത്രം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഈ ബ്രഹ്മാവ് നിഷ്കാമം അനുഷ്ഠിക്കുന്ന ധർമ്മത്തിൻ്റെ പരിഭാഗമാകുന്നു. നിഷ്കാമം, ഒന്നും ആഗ്രഹിക്കാതെ കണ്ടാണ് അനുഷ്ഠിക്കുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. എന്താണ്? ജീവലോകത്തിൻ്റെ ഭോഗസ്ഥാനങ്ങൾ ഈ ത്രിലോക നിർമ്മാണത്തിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന് മഹാന്മാർ പറയുന്നു. ഇപ്രകാരം സകല ജീവന്മാർക്കും സുഖദുഃഖാനുഭവത്തിന് പര്യാപ്തമായിരിക്കുന്ന ത്രിലോക നിർമ്മാണത്തിൽ ബ്രഹ്മാവിന് സാമർഥ്യം സിദ്ധിച്ചതെങ്ങനെയെന്നാൽ ഫലകാംക്ഷ കൂടാതെ ഭഗവത് പ്രസാദ സിദ്ധിക്കു വേണ്ടിയിട്ട് മാത്രം ചെയ്ത ധർമ്മത്തിൻ്റെ പല പരിണാമത്തിൻ്റെ സ്വരൂപമാണ് ബ്രഹ്മദേവൻ. അതിനാൽ ഭഗവത് അനുഗ്രഹം തന്നെ ത്രിലോകത്തെ നിർമ്മിക്കുവാനുള്ള സാമർത്ഥ്യത്തെ ബ്രഹ്മാവിന് നൽകിയതെന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം. നാളെ കാണാം.